ഇന്ത്യൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടനയെ സമൂലമായി മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ രാജ്യത്ത് വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിലവിലുള്ള നിയമത്തിന് പകരമായി പുതിയൊരു നിയമനിർമ്മാണം കൊണ്ടുവരാനുള്ള കേന്ദ്ര നീക്കം ഗ്രാമീണ തൊഴിൽ സുരക്ഷയും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കിയ ബിൽ പ്രതിപക്ഷ പ്രതിഷേധം കാരണം നാടകീയമായി മാറ്റിവെക്കേണ്ടി വന്നതോടെ ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചു. 2005 ഇടതുപക്ഷ സമ്മർദ്ദത്തിന്റെ ഫലമായി ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കിയ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ജനതയ്ക്ക് തൊഴിലവകാശം ഉറപ്പാക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഈ അടിസ്ഥാന സ്വഭാവം മാറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പുതിയ ബില്ലിലെ ഏറ്റവും വിവാദപരമായ ഒരു വ്യവസ്ഥ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ 2005 എന്ന പേരിലാണ് പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറെടുത്തത്. ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ഈ പദ്ധതിയുടെ ചരിത്രപരമായ രാഷ്ട്രീയപരവുമായ പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് പ്രതിപക്ഷം കാണുന്നത്. നിലവിലുള്ള MGNREGA നിയമം ഗ്രാമീണ തൊഴിലിനെ ഒരു അവകാശമാക്കി മാറ്റിയിരുന്നു. അതായത് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനകം തൊഴിൽ നൽകാൻ സർക്കാരിന് നിയമപരമായ ബാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ബില്ലുകളുടെ ഈ അവകാശം ഇല്ലാതാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ കേവലം ഒരു കേന്ദ്ര തൊഴിൽ പദ്ധതിയാക്കി മാറ്റുകയാണ്. ഈ മാറ്റം പദ്ധതിയുടെ നിയമപരമായ അടിത്തറ ദുർബലമാക്കും. പദ്ധതിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറാനും അതിന്റെ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളുടെ ചുമലിൽ വെക്കാനുമുള്ള ശ്രമങ്ങളാണ് പുതിയ ബില്ലിലെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾ. പുതിയ നിയമനിർമ്മാണത്തിൽ പദ്ധതിയുടെ ചെലവുകൾക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതം 60.40 അനുപാതത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. നിലവിൽ ഈ പദ്ധതിയുടെ സിംഹഭാഗം ചെലവുകളും കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. ഈ മാറ്റം വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 55,000 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതും ഫെഡറൽ തത്വങ്ങൾക്കെതിരായ ഈ നീക്കത്തിനെതിരെ സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയെ പോലും വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചു. ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാനങ്ങൾക്കുള്ള തൊഴിലുറപ്പ് വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമെന്ന് പുതിയ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇതുവഴി സംസ്ഥാനങ്ങളുടെ യഥാർത്ഥ ആവശ്യകതകൾ പരിഗണിക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് വിഹിതം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരം ലഭിക്കും. കേന്ദ്രം സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയും അതേസമയം പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഹിമാലയൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ 90.10 അനുപാതം നിലനിർത്തിക്കൊണ്ടുള്ള പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ ഇളവുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പായും വ്യാഖ്യാനിക്കപ്പെടുന്നു. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തി എന്ന് പറയുമ്പോഴും അത് ഫലത്തിൽ ഇല്ലാതാകുന്ന അപകടകരമായ വ്യവസ്ഥകളും പുതിയ ബില്ലിലുണ്ട്. നിലവിലുള്ള 100 തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കുമെന്ന് ബില്ലിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ വർധനവിന് കാര്യമായ പ്രസക്തി ഇല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ടെന്നാൽ പുതിയ നിയമത്തിലെ 6ാം വകുപ്പ് കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പിന് നിരോധനം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നു. വിത, കൊയ്ത്ത് തുടങ്ങിയ ഏറ്റവും തിരക്കുള്ള കാർഷിക സീസൺ ഉൾപ്പെടുത്തി സംസ്ഥാനങ്ങൾക്ക് മുൻകൂട്ടി വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഇത് ഗ്രാമീണ തൊഴിലാളികളുടെ പ്രധാന വരുമാന മാർഗത്തെ തടയും. സംസ്ഥാനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വന്നതോടെ അവർക്ക് പദ്ധതിയുടെ വിഹിതം വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ തൊഴിൽ ദിനങ്ങൾ പരമാവധി 75 എത്താനേ സാധ്യതയുള്ളൂ എന്നും ഇത് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന വാദത്തെ പൊള്ളയാക്കുമെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. നിലവിലെ നിയമപ്രകാരം ഏതെങ്കിലും സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെക്കാനുള്ള വ്യവസ്ഥയില്ല. എന്നാൽ പുതിയ ബിൽ ഏറ്റവും തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന നടപടിയാണ്. ഇത് ഗ്രാമീണ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പുതിയ ബിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ച മാത്രമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2014 ശേഷം ഓരോ ബഡ്ജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ പദ്ധതിക്ക് നൽകിയ അന്തിമ തുകയിൽ 25,000 കോടി രൂപയുടെ കുറവുണ്ടായി. ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തതിന്റെ ഫലമായി സംസ്ഥാനങ്ങൾക്കുള്ള കുടിശ്ശിക കുമിഞ്ഞുകൂടി. നിലവിൽ സംസ്ഥാനങ്ങൾക്ക് 9,200 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക കേന്ദ്രം നൽകാനുണ്ട്. വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെയും കുടിശ്ശിക നൽകാൻ വൈകുന്നതിലൂടെയും പദ്ധതിയെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമപരമായ ഘടനയിൽ മാറ്റം വരുത്തി അതിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കാനും സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് കൈമാറാനുമാണ് ശ്രമിക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയ കാര്യം പോലും സ്വകാര്യമായി വെച്ച് തിങ്കളാഴ്ച തിരക്കിട്ട അധിക അജണ്ടയിൽ കൊണ്ടുവന്ന ബില്ലാണ് ഒടുവിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടർന്ന് അവതരിപ്പിക്കാതെ മാറ്റിവെച്ചത്. ഈ ബിൽ
പാർലമെന്റ് അംഗീകാരം നേടുന്നതോടെ 2005-ലെ MGNREGA നിയമം അസാധുവാകും. ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നതിനോടും പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുന്നതിനോടുമുള്ള പ്രതിഷേധം ശക്തമായതിനാലാണ് ഈ മാറ്റിവെക്കൽ നടന്നത്. ഗ്രാമീണ ജനതയുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറും.